ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചേർന്നിരിക്കുന്ന എല്ലാവരോടും ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ഒരു അവസരം ലഭിച്ചതിനായി നന്ദി പറയുന്നു. വിശുദ്ധ സഭായോഗത്തിൻ്റെ പ്രധാനപ്പെട്ട സമയത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് ഇടവന്നു. കർത്താവിൻ്റെ വലിയ ദാസന്മാർ, ശ്രേഷ്ഠദാസന്മാരിലൂടെ കേട്ട ദൈവ ആലോചനകൾക്കായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠ ദൈവദാസന്മാരോട് ഒരുമിച്ച് തന്നെ എനിക്കും എനിക്കും തിരുവചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചല്ലോ. ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. തുടർമാനമായി നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകളായി ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ വിഷയത്തിൽ നിന്ന് തന്നെ തുടർന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വിശ്വാസ കപ്പൽ എന്ന വിഷയത്തിൽ തന്നെ തുടരുവാനാണ് താല്പര്യപ്പെടുന്നത്. ഇന്ന് അതിനോട് അനുബന്ധിച്ച് നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ധ്യാനിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. അവർ ഈയം ഇട്ടു 20 മാറെന്ന് കണ്ടു. കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയം ഇട്ടു 15 മാറെന്ന് കണ്ടു. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് തിരുവചനം സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. വിശ്വാസ കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ നാം അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ ചിന്തിക്കാൻ ഇടവന്നു വിശ്വാസ കപ്പൽ തകരുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ഇടവന്നു. കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മളിങ്ങനെ ചിന്തിക്കാൻ ഇടവന്നു വിശ്വാസ കപ്പലിൽ കരുതേണ്ട നങ്കൂരങ്ങളെക്കുറിച്ച് 4 നങ്കൂരങ്ങളെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ഇടവന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസ കപ്പലിൽ കൊണ്ടു നടക്കുന്ന മറ്റൊരു കാര്യമാണ് ഈയം. അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതായത് ആഴമളക്കുന്ന ഈയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആഴമളക്കുന്ന ഈയം. വിശ്വാസ കപ്പലിൽ ദൈവമക്കൾ കരുതേണ്ട ഒരു കാര്യമാണ് ആഴമളക്കുന്ന ഈയം ഉണ്ടായിരിക്കും. അവിടെ പറയുന്നു ഇവര് സമുദ്രത്തിന്റെ ആഴമളക്കുകയാണ്. ഒരു ഈയ കെട്ടി അത് കയറി കെട്ടി താഴോട്ട് ഇറക്കി നോക്കുന്നു. അത് ആ കയറിന് എത്ര നീളമുണ്ടെന്നാണ് അളന്നു നോക്കുന്നത്. അത് പഴയ ഒരു കണക്കാണ് മാറ് കണക്ക് എന്ന് പറയുന്നത്. 2 കൈയും നിവർത്തി പിടിക്കുമ്പോഴുള്ള ദൂരം എത്രയാണോ അതാണ് 1 മാറെന്ന് പറയുന്നത്. അതായത് ഇതിപ്പോൾ 20 മാറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കിൽ പറയുകയാണെങ്കിൽ 36 മീറ്റർ ഉണ്ടായിരിക്കും. അത്രയും നീളം ഉണ്ടായിരിക്കും. 15 മാറെന്ന് പറയുമ്പോൾ 27 മീറ്ററാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അത്രയും ഒരളവുണ്ട്. അത് എത്രയാണ് ആഴമെന്ന് അവർ പരിശോധിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ തീരത്തോട് അടുക്കുന്നതിന് മുമ്പ് ഇത് അളന്നു നോക്കും. 2 കാരണം കൊണ്ടാണ് അളക്കുന്നത്. ഇനി തീരത്തോട് എത്ര ദൂരമുണ്ടെന്ന് അറിയാൻ വേണ്ടി അളക്കും. രണ്ടാമത് കപ്പലിന്റെ ചെന്ന് മണത്തിട്ടേ പോയി ഇടിച്ചു നിൽക്കാതെ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി കപ്പൽ ചാലിൽ തന്നെ നിൽക്കേണ്ടതിന് ആ അളവ് അറിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ ആ ആഴമളക്കുക ഒരു പതിവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പ്രാവശ്യം അളന്നാൽ പോരാ, 1-ൽ കൂടുതൽ പ്രാവശ്യം അളന്നു നോക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസ ജീവിത യാത്രയിൽ നമ്മളും ചില കാര്യങ്ങളുടെ ആഴം ഒന്ന് അളന്നു നോക്കണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അളന്നു നോക്കണമെന്നുണ്ട്. വിളക്കിലെ എണ്ണ എത്രയെന്ന് നമ്മളെ ഒന്ന് നോക്കി വയ്ക്കണം. ഇല്ലെങ്കിൽ അപകടമാണെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. വിളക്കിലെ എണ്ണ കുറഞ്ഞു പോവുകയോ അതോ കത്തിച്ച ഉടനെ കെട്ടുപോകുന്ന അവസ്ഥയാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ താലന്ത് നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, അത് നമ്മൾ താലന്തിന്റെ അളവ് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ സങ്കീർത്തനത്തിലൊക്കെ പറയുന്നത് വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അളന്നു നോക്കേണ്ടതുണ്ട്. അതുപോലെ വിശുദ്ധിയിലെ വളർച്ച നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയണം. ഏകാഗ്രത നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ, നിർമ്മലത നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ, ഇങ്ങനെ നമ്മൾ പരിശോധിക്കണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ നമ്മൾ അളക്കുവാനുള്ള ചില ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഈ വിശ്വാസ കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമാണ്. വിശ്വാസ കപ്പൽ തീരത്തോടെ എത്തിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ കർത്താവ് അളക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ അളക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, കർത്താവ് നമ്മെ അളക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം വായിക്കുന്നു. 11-ാമത്തെ അധ്യായം 1-ാം വാക്യം വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. പിന്നെ ദണ്ണ് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു ദർശനമാണ്, ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് കർത്താവ് അളക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറയുന്നു ആലയത്തെ അളക്കണം, യാഗപീഠം അളക്കണം, അതിൽ വന്ന് നമസ്കരിക്കുന്നവരെയൊക്കെ ഒന്ന് അളന്നു നോക്കുന്ന ഒരു പതിവ് കർത്താവിനുണ്ടെന്ന് പറയുന്നു. അതായത് നമ്മൾ ആലയത്തിൽ കടന്നു വരുന്ന സമയത്ത് ഒരു ദൂതൻ വാതിക്കൽ നിൽക്കുകയാണെങ്കിൽ ആ വാതിക്കൽ നിൽക്കുന്ന ദൂതൻ ഒരു ദണ്ണ് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു കോല്, ഒരു ദണ്ണ് പോലുള്ള ഒരു കോലും പിടിച്ച് അവിടെ നിന്ന് അളക്കുന്നുണ്ട്. അളന്നു നോക്കുകയാണ്, ഓരോ ദിവസവും നോക്കുകയാണ്. എന്താ നോക്കുന്നത് അറിയാവോ? കഴിഞ്ഞ ആഴ്ച വന്ന സഹോദരന് ഈ ആഴ്ച വിശുദ്ധിയിൽ എത്ര അവർ വളർച്ച ഉണ്ടായി എന്നാണ് നോക്കുന്നത്. കർത്താവ് എപ്പോഴും അളക്കുന്നത് വിശുദ്ധിയാണ് അളക്കുന്നത്. കാരണം
വിശുദ്ധി തന്നെ ആലയത്തിന് എത്ര ഉചിതമെന്ന് തിരുവനന്തപുരത്ത് വായിക്കുന്നത്. അപ്പൊ കർത്താവ് അളക്കുന്നത് വിശുദ്ധിയാണ്. ദൈവമക്കൾ നമ്മൾ അളക്കേണ്ടതുണ്ട്, സ്വയം ശോധന ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വരാം. അപ്പൊ ആദ്യം കർത്താവ് അളക്കുന്ന ഒരു ഭാഗം പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഭാഗങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് താല്പര്യമാണ്. അപ്പൊ കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തിയാണ്, കർത്താവ് അളക്കുന്നുണ്ട്. എന്താ അളക്കുന്നത്? ഒന്ന്, ആലയത്തെ അളക്കുന്നു. കർത്താവ് ആലയത്തെ അളന്നു നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആലയത്തിലെ ശുശ്രൂഷകളെ കർത്താവ് വീക്ഷിക്കുന്നുണ്ട്. അവന്റെ വിശുദ്ധിക്ക് യോഗ്യമാം വണ്ണമാണോ ആലയത്തിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ, ആ ശുശ്രൂഷകൾ എന്ന് കർത്താവ് അളന്നു നോക്കുന്നുണ്ട്. അങ്ങനെ അളന്നു നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് വലിയ പ്രതിസന്ധിയായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. പല സഭകളിലും ആ വിശുദ്ധിയുടെ ആ അളവ് അനുസരിച്ചൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രീതിയിലുമല്ല പലതും നടക്കുന്നത്. അതിലിപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഓണം വരുന്ന സമയത്ത് ആ ഞായറാഴ്ചയിൽ സഹോദരന്മാരെ സെറ്റ് മുണ്ടും സാരിയും അതുപോലുള്ള കതർ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ആരാധനയ്ക്ക് വരികയും അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് മഹത്വം കൊടുക്കുന്നത്? നമ്മുടെ ദൈവത്തിനാണോ മഹത്വം കൊടുക്കുന്നത്? ഇതാണോ ആലയത്തിലേക്ക് കയറി വരേണ്ടത്? എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ ലോകത്ത് നടക്കുന്ന ആചാരങ്ങളൊക്കെയും മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേയും എന്തിനു പറയുന്നത്, ക്രിസ്മസോ നീ ആലോചന വരുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ, എന്തൊക്കെയാണോ ഏതെല്ലാം വിഷയങ്ങളും അതിന്റെ ഒരു ചെറിയ പതിപ്പും കൊണ്ടുവന്ന് ആലയത്തിൽ കൊണ്ടുവന്ന് കയറ്റുകയാണെങ്കിൽ അവൻ അളക്കുമ്പോൾ, ആലയത്തെ അളക്കുമ്പോൾ അത് വിശുദ്ധമെന്ന് അവൻ എണ്ണുകയില്ല. അവിടെ പരാജയം സംഭവിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവമക്കളെ, നമ്മുടെ ആലയങ്ങളിൽ അത്തരം കാര്യങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്നതാണ് നല്ലത്. കാരണം എൻ്റെ ദൈവം അളന്നു നോക്കുന്നുണ്ട്. ഒരു കുറവ് കാണുവാൻ ഇടവരരുത്, ഇല്ലേ? കർത്താവ് തൂക്കി നോക്കുന്നു, നിന്നെ കുറവുള്ളവനായി കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് അളന്നു നോക്കുന്നുണ്ട്, തൂക്കി നോക്കുന്നുണ്ട്. അവൻ നമ്മുടെ ആഴങ്ങൾ അളന്നു നോക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ആലയത്തിൽ നടക്കുന്ന ഏത് കാര്യമാണെങ്കിലും ഏത് പ്രോഗ്രാം ആണെങ്കിലും ആ മാനദണ്ഡത്തിന് വിപരീതമായ ഒരു അളവ് നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, യാഗപീഠത്തെ അളക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെയും ദൈവം അളക്കുന്നുണ്ട്. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ അളന്നു നോക്കുന്നു. കർത്തദാസന്മാരെയൊക്കെ ദൈവം അളക്കും. അവരിൽ വിശുദ്ധി എത്രത്തോളം വർദ്ധിക്കുന്നുണ്ട്? അവരുടെ വിശ്വാസത്തിന്റെ ആഴം കൂടിയിട്ടുണ്ടോ? സ്നേഹവും പ്രത്യാശയും ഒക്കെ അവരിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവരിൽ തന്നെ കുറഞ്ഞു വരികയാണെങ്കിൽ അതെന്റെ കർത്താവിന് ഇഷ്ടമല്ല. ആ യാഗത്തെയും യാഗപീഠത്തെയും ഒന്നും ദൈവം അംഗീകരിക്കുകയില്ല. അപ്പോ ആലയത്തെ ദൈവം അളക്കുന്നുണ്ട്, ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ അളക്കുന്നുണ്ട്. തീർന്നില്ലേ? അവിടെ നമസ്കരിക്കാൻ വരുന്നവരെ, ആരാധിക്കാൻ വരുന്നവരെ ദൈവം അളക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കടന്നു വന്നപ്പോൾ വിശ്വാസത്തിൽ എത്രയുണ്ടായിരുന്നു? അതിന് ഒരു വളർച്ച പ്രാപിച്ചോ? ക്രിസ്തു എന്ന തലയോളം നമ്മളൊന്ന് വളർന്നോ എന്നാണ് അവിടെ അന്വേഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ അളവ് കർത്താവ് അളക്കുന്നത് നമ്മൾ അളക്കുന്ന ഒരു അളവല്ല. എനിക്ക് 5 അടി 10 ഇഞ്ച് ഉയരമുണ്ട്. അടുത്ത ദിവസം വന്നപ്പോൾ എനിക്ക് 6 അടി ഉയരമുണ്ടോ എന്ന് നോക്കുമ്പോൾ ധാരാളമായി. ഒരു സാധാരണ ഹൈറ്റ് ധാരാളമായി 6 അടി ഹൈറ്റ് ഉണ്ട്. ഒരു മനുഷ്യന്റെ ഹൈറ്റ് സാധാരണ 6 അടി, അല്ലെങ്കിൽ അത് അല്പം ധാരാളം മതിയെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല. കർത്താവിന്റെ അളവ് ഒരു സ്വല്പം കൂടെ വ്യത്യാസമുണ്ട്. എഗസ്കേൽ പ്രവൃത്തി വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ അളവ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് എഗസ്കേൽ പ്രവൃത്തി 40-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവൻ ആലയത്തിന് പുറമെ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. ആ പുരുഷന്റെ കയ്യിൽ 6 മുഴം നീളമുള്ള ഒരു അളവ് തണ്ട് ഉണ്ടായിരുന്നു. മുഴമോ 1 മുഴവും 4 വിരലും അത്രേ. അവൻ മതിൽ അളന്നു, വീതി 1 തണ്ട്, ഉയരം 1 തണ്ട്. അപ്പോൾ അവിടെ പറയാണ് 6 മുഴം നീളമുള്ള ഒരു അളവ് തണ്ട് വെച്ചാണ് അളക്കുന്നത്. 6 മുഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 അടിയല്ല കേട്ടോ, 6 മുഴമാണ്. അതിന്റെ അളവ് പറഞ്ഞാൽ മുഴവും അടിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വെച്ച് കഴിഞ്ഞാൽ 6 മുഴം എന്ന് പറഞ്ഞാൽ ഏകദേശം 9 അടി ഉയരം വരും. 9 അടി ഉയരമുള്ളവരൊന്നും നമ്മളിവിടെ ഇല്ല. അപ്പൊ ആലയത്തിൽ കടന്നു വരുമ്പോൾ ഒരു തെണ്ണ് വെച്ച് അളക്കുക. കർത്താവിന്റെ കയ്യിലിരിക്കുന്ന തെണ്ണിന്റെ ഹൈറ്റ് എത്രയെന്ന് അറിയാമോ? 9 അടി. നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞു എനിക്ക് 5 അടി ഉയരമുണ്ടെന്നും 6 അടി ഉയരമുണ്ടെന്നും 6.5 അടി ഉയരമുണ്ടെന്നും 6.25 അടി എന്നൊക്കെ പറഞ്ഞാലും അത് ദൈവസന്നിധി വില പോകില്ല. കാരണം അവന്റെ വിശുദ്ധിയുടെ ഉയരം അത്ര വലുതാണ്. ആ വിശുദ്ധിയുടെ ലെവലിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഇതാണ് കർത്താവ് നോക്കുന്നത്. എത്രത്തോളം മുന്നോട്ട് വന്നു. എന്നാൽ കാലം ചെല്ലും തോറും നമുക്ക് പറ്റുന്നതെന്ന് അറിയാമോ? നമ്മുടെ ലോക മാലിന്യങ്ങൾ നമ്മിൽ പറ്റിക്കൊണ്ടേയിരിക്കുക. ഇവിടെയാണ് നമ്മൾ നടന്നു നോക്കേണ്ടത്. ദൈവം വളർന്നു നോക്കുന്നുണ്ട്. കുറവുള്ളവനായി കണ്ടു കഴിഞ്ഞാൽ വരുന്ന വിപത്തുകൾ എത്ര വലുതാണെന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ ഭാരം എത്ര കൂടിയിട്ടുണ്ട്. അവൻ അളന്നു നോക്കുന്നുണ്ട്. അവന് തുലാസിലൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണണം.
അങ്ങനെയെങ്കിൽ നാം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവൻ നമ്മെ അളന്നു നോക്കുമ്പോൾ നമുക്കൊരു മാറ്റം വരണം. എന്നാൽ പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം പറയാം. ഇപ്പോൾ മുടിയനായ പുത്രൻ, ആ ധൂർത്തുപുത്രൻ, അവൻ വീട് വിട്ടുപോയി. പക്ഷെ അപ്പൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പം കാത്തിരിക്കുന്നപ്പോൾ വരുമ്പോൾ തന്നെ കൊടുക്കാൻ തന്നെ അവന് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവൻ പോയി തിരിച്ചു വരുമ്പോൾ അപ്പനറിയാം ഇവന്റെ വലിപ്പം എത്രയാണ്, കറക്റ്റ് സൈസാണ്. ഇന്ന് പലരും അതാ, ഒരു മാറ്റവും കാണുന്നില്ല. വസ്ത്രത്തിന് പുതിയൊരു അളവ് തയ്ക്കേണ്ട കാര്യമില്ല. അതേസമയം ഹന്ന എല്ലാ വർഷവും ഡ്രസ്സ് തയ്ച്ച് ശൗമേൽ ബാലിന്റെ അടുത്ത് ചെല്ലും. മിക്കവാറും എനിക്ക് തോന്നുന്നത് അവിടെ ചെല്ലുമ്പോൾ ശൗമേൽ ബാലിന് ആ ഡ്രസ്സ് പാകമാവില്ല. അയ്യോ ഇവ ഇത്രയും വലുതായത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിലും കൊണ്ടുവരാന്ന് പറയും. അപ്പോൾ വീണ്ടും ശൗമേൽ ബാലൻ ഒന്നും കൂടെ വലുതായിട്ടുണ്ടാകും. ദൈവമക്കളെ, ഇതുപോലെ നമുക്ക് ഒരു വ്യത്യാസം വേണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ഈ വിശ്വാസ കപ്പലുമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്, നമ്മൾ അളക്കേണ്ടത് വിശുദ്ധിയൊന്നും നമ്മൾ ആരുടെയും അളക്കാൻ പോകണ്ട. അത് കർത്താവ് അളന്നോളൂ. അവന്റെ വിശുദ്ധി എത്രയാണെന്നോ മറ്റവന്റെ വിശുദ്ധി എത്രയാണെന്നോ നമ്മൾ അളക്കേണ്ട കാര്യമില്ല. സ്വയം ശോധന ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നിന്റെ കണ്ണിലെ കരട് വെച്ചിട്ട് മറ്റൊരുത്തന്റെ കണ്ണിലെ കോലെടുക്കാൻ പോകണ്ടെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇന്ന് എല്ലാവരുടെയും ശുശ്രൂഷ മറ്റുള്ളവന്റെ കോലെടുക്കാൻ നടക്കുന്ന ശുശ്രൂഷയാ. മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്കിയ കണ്ണിലെ കോല് വെച്ചിട്ട്. സ്വന്തം കണ്ണിൽ കോലിരിക്കുമ്പോൾ കരട് നോക്കാൻ പോകുന്ന പരിപാടിയായിട്ട് നടക്കരുതെന്നാണ് പറഞ്ഞത്. ഇനി അത് മാത്രമല്ല, കർത്താവ് പറയുന്നത് ഈ ആത്മീക ഗോളത്തില് കള ധാരാളം ഉണ്ടെന്ന്. നല്ല വിത്തൊന്നുമല്ല, കുറെ കളകളുണ്ട്. ശരിയല്ലേ? കുറെ ഉപദേശങ്ങളും പല പരിപാടികളും കേട്ട് കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. നമുക്കറിയാം അതെല്ലാം കളകളാണ്. പക്ഷെ കർത്താവ് പറയുന്നത് നിങ്ങൾ ആരും കള പറിക്കണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇന്ന് കള പറിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അത് ഏൽപ്പിക്കാത്തൊരു ശുശ്രൂഷയാ. എന്താ കാര്യം? കള പറിച്ചു കഴിഞ്ഞാൽ അത് നല്ല ചെടിക്കും കൂടെ കേടുവരുന്നു. ഇന്ന് സംഭവിക്കുന്ന കാര്യം, ഈ കള പറിച്ച് ഒത്തിരി നല്ല ചെടികൾക്ക് കേടുവന്നുകൊണ്ടിരിക്കുക. കർത്താവ് പറയാ, ഈ കള കൂടെ വളർന്നോട്ടെ, ഞാൻ അനുവദിച്ചിട്ട് തന്നെയാ. അതെന്തിനാണെന്നറിയാവോ? ഞാൻ ദൂതനെ അയക്കുന്ന സമയമുണ്ട്. അവൻ വന്ന് ഇതെല്ലാം അറുത്ത് കളകൾ തീയിലിട്ട് ചുടുന്ന ഒരു സമയം വരുന്നുണ്ട്. അപ്പൊ തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന കള നമ്മൾ പറിക്കാൻ പോകണ്ട, നല്ല ചെടികൾക്ക് കേടുവരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ വിശ്വാസം കൊണ്ടുപോയി നടന്നാൽ മതി. അല്ല, മറ്റ് കളയെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട. അത് സൈഡിൽ വളർന്നോട്ടെ, നമ്മളെക്കാളും വളർന്നു കണ്ട് നമ്മൾ വിഷമിക്കേണ്ട. ഒരു കാലത്ത് അത് നോക്കി പറയും അത് പതിരാണ്. പതിരിനോട് പറയാനുള്ള ഉപദേശം എന്താ അറിയോ? വീശുമറം അവന്റെ കയ്യിലുണ്ട്, വീശുമറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും എടുപ്പാക്കി ഈ വീശുമറം ഉപയോഗിച്ചൊന്ന് വീശുമ്പോ പതിര് ആ തീയിലേക്ക് പോകും. നല്ല മണിയാണ് കളപ്പുരയിലേക്ക് അവൻ ചേർത്ത് വെക്കുകയുള്ളൂ. അപ്പൊ നമ്മിൽ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ കതിരിനകത്ത് ചില പ്രാണികൾ വന്ന് കുത്തി അതിനകത്തുള്ള ഒരു പാൽപരുവത്തിൽ ഇരിക്കുന്ന സമയത്ത് അത് കുത്തി അതിന്റെ ജ്യൂസ് മുഴുവൻ എടുത്തു കളഞ്ഞാൽ പതിരായി മാറും. നമ്മുടെ അകത്തെ എല്ലാം നഷ്ടപ്പെടുത്തി കളയുവാനായി ശ്രമിക്കുന്ന ചില ക്ഷുദ്രജീവികള്, ക്ഷുദ്രപ്രാണികള് പലതും ഉണ്ടെന്നേ. ഇത് ആക്രമിച്ചു വരും, വയലിനെ ആക്രമിച്ചു വരും. ഇത് വിശ്വാസ വയലുകളിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടെ നമ്മൾ പതറേണ്ട കാര്യമില്ല. നാം നമ്മെ തന്നെ ഒന്ന് കാത്തു സൂക്ഷിച്ചാൽ മതി. ഒന്ന് തല വണക്കേണ്ട സമയത്ത് ഒന്ന് തല വണങ്ങണം. പതിര് നിവർന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിഷമിക്കണ്ട. അവൻ തല ഉയർത്തി നിൽക്കട്ടെ. നിറഞ്ഞ മണി ഒന്ന് തല താഴ്ത്തി നിന്നോട്ടെ. ദൈവസന്നിധിയിൽ നമ്മളൊന്ന് വിനയപ്പെടുത്തുന്നത് നമുക്ക് നല്ലത്. അതുകൊണ്ട് നാം ഓർക്കേണ്ടത്, മറ്റു കാര്യങ്ങളെ കുറിച്ച് വിട്ട് നാം നമ്മെ തന്നെ ശോധന ചെയ്തെങ്കിൽ മാത്രമേ ഈ വിശ്വാസ കപ്പൽ തീരത്തോടെ എത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, 2 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, നമ്മൾ വിശ്വാസ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വിശ്വാസത്തിന്റെ ആഴം അളക്കണമെന്ന് അവിടെ പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരിക. അപ്പൊ ഈ വിശ്വാസ കപ്പലിൽ പോകുന്നവർക്ക് അവർ കരുതേണ്ട ഒരു കാര്യമുണ്ട്. ആഴമളക്കുന്ന ഈയം അവരുടെ കയ്യിലുണ്ടാകണം. ഈ വിശ്വാസത്തിന്റെ ആഴം നമ്മളൊന്ന് അളന്നു നോക്കണം. എന്നിലെ വിശ്വാസം എത്രത്തോളം ഉണ്ട്? ഞാൻ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ? അല്ലേ? വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ? നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിപ്പിൻ, ഒന്ന് ശോധന ചെയ്യുവിൻ. എന്താ കുഴപ്പമെന്നറിയോ? ഈ വിശ്വാസം നമ്മൾ ഇരിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ പേരെന്താണെന്ന് അറിയാമോ? കൊള്ളരുതാത്തവർ. കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം മാത്രമേ ജീവകിരീടം കിട്ടുകയുള്ളൂ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് താൻ വാഗ്ദത്തം ചെയ്ത ജീവകിരീടം കിട്ടുകയുള്ളൂ. അപ്പൊ ഇവിടെ അളന്നു നോക്കിയപ്പോ ഞാൻ കൊള്ളാത്തവനാണെന്ന് കണ്ടാൽ ജീവകിരീടം കിട്ടില്ല. ഇതാ പ്രശ്നം. അതുകൊണ്ടാണ് ഈ വിശ്വാസ കപ്പൽ കൊണ്ടുവന്ന സമയത്ത് ഈ ആഴമളക്കുന്ന ഈയം ഉപയോഗിച്ച് നമ്മളൊന്ന് അളന്നു നോക്കണം.
ഒന്ന് അളക്കാനുണ്ട്. അളന്നു നോക്കി നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം നമ്മളൊന്ന് ഗ്രഹിക്കണം. എങ്കിൽ ക്രിസ്തു നമ്മിലുണ്ടോ ഇല്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വിശ്വാസം ഉണ്ടെങ്കിൽ ക്രിസ്തു ഉള്ളൂ. ക്രിസ്തു വിശ്വാസമാണ് നമ്മൾ അളക്കേണ്ടത്. വിശ്വാസം പലതുണ്ട്. എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്, എനിക്ക് ഇവരിൽ വിശ്വാസം. നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ ബസ്സിലെ ഡ്രൈവറിൽ നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മളതിൽ കയറിയിരിക്കുന്നത്. അയാൾ കൊണ്ട് ഇടിക്കുന്നത് നമുക്കൊരു അവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളത് ഇറങ്ങിപ്പോകും. എനിക്ക് പേടിയാ വന്നിട്ട് പോയാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകും, അല്ലേ? അപ്പൊ നമുക്ക് പലരും വിശ്വാസമുണ്ട്. ആ വിശ്വാസം അല്ല അളക്കേണ്ടത്. നമ്മൾ അളക്കേണ്ട വിശ്വാസം, ക്രിസ്തു വിശ്വാസം എന്നിൽ എത്രയുണ്ട്, ക്രിസ്തുവിനോടുള്ള വിശ്വാസം എത്രയുണ്ട്, ക്രിസ്തുവിനെ ഞാൻ കർത്താവായി അംഗീകരിക്കുന്നുണ്ടോ, ക്രിസ്തു എന്റെ ദൈവമാണോ, ക്രിസ്തു എന്റെ പിതാവാണോ, ക്രിസ്തു എന്റെ സർവസ്വമാണോ, ക്രിസ്തു എന്റെ പ്രാണപ്രിയനാണോ, ആ വലിയ സ്നേഹവും വിശ്വാസവും എന്നിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്ന്. കൊള്ളരുതാത്തവർ ആയാൽ, അതായത് അളന്നു നോക്കിയപ്പോ വിശ്വാസം ഒന്നും കാണുന്നില്ല, ക്രിസ്തു വിശ്വാസം ഒന്നും ഇതിനകത്തില്ല എന്ന് കണ്ടാൽ, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നില്ല, നിങ്ങൾ കൊള്ളാത്തവരാണെന്ന് കണ്ടാൽ, ആ സാധനം തീരത്തോട് അടുപ്പിക്കാൻ സമ്മതിക്കില്ല. അത് ആ കടലിൽ വെച്ച് തന്നെ കത്തിച്ചു കളയും. നമ്മൾ കേട്ടിട്ടില്ലേ? അത് കടലിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു, തീരത്തോട് അടുപ്പിക്കാൻ സമ്മതിച്ചില്ല. ആ കടൽ അങ്ങനെ മുക്കിക്കളഞ്ഞു, അല്ല ആ കപ്പൽ അങ്ങനെ തന്നെ കടലിൽ മുക്കിക്കളഞ്ഞു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? രാജ്യങ്ങൾ സമ്മതിക്കില്ലേ? അവർ പരിശോധിക്കും, അത് അടുപ്പിക്കാൻ പറ്റുന്നതല്ലെങ്കിൽ അവർ സമ്മതിക്കില്ലേ? അത് അതേപോലെ നശിപ്പിച്ച് കളയുകയുള്ളൂ. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ വിശ്വാസ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഇനി ഇതിനെ പറ്റി ഈ വാക്യം നമുക്ക് നല്ല പരിചയമുള്ളതാണ്. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നു, വിശ്വാസത്തിൽ തന്നെ പരിശോധിപ്പിൻ, ശോധന കഴിപ്പിൻ എന്നൊക്കെ ഉള്ള വാക്യമൊക്കെ നമുക്ക് നല്ല പരിചയ. നമ്മൾക്ക് പ്രാക്ടിക്കൽ പരിചയമില്ല, അളന്നു നോക്കിയിട്ടില്ല, എങ്ങനെ അളന്നു നോക്കേണ്ടതെന്നും അറിയില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അവിടേക്കൊന്ന് കടന്നു പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതായത് ഒരു മോഡൽ ഉണ്ടെങ്കിൽ ആ മോഡൽ വെച്ച് അളക്കുന്നത്. അതായത് അളവ് എടുക്കുന്നതിന് ഒരു മീറ്റർ വേണം, അല്ലേ? ഒരു അളവ് തെണ്ണ് വേണം. അത് വെച്ച് നമുക്ക് അളന്നു നോക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസത്തിന്റെ അളവ് നമുക്ക് പല രീതിയിൽ അളന്നു നോക്കാം. അതായത് വിശ്വാസത്തിന്റെ മാതൃകകൾ വെച്ചിട്ടാണ് നമ്മൾ അളന്നു നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായ മാതൃകകൾ വെച്ച് ധാരാളം അളക്കാൻ പറ്റും. വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും തമ്മിൽ വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും, ഒന്ന് അളന്നു നോക്കാൻ പറ്റും, ഇല്ലേ? പറ്റും. അങ്ങനെ ഒത്തിരി ഭക്തന്മാരുടെ വിശ്വാസ വീരന്മാരുടെ ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അവരുടെ ഓരോരുത്തരും വിശ്വാസം വെച്ചിട്ട് ഇബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിലെ വിശ്വാസ വീരന്മാരുടെ ആ ലിസ്റ്റ് അനുസരിച്ച് അവരുടെ വിശ്വാസം, അവർ മുറുകെ പിടിച്ച വിശ്വാസവും നമ്മുടെ വിശ്വാസം തമ്മിൽ ഒന്ന് അളന്നു നോക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. പകരം അതായത് ദൈവസഭയുടെ വിശ്വാസം വെച്ച് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഒരു ദൈവസഭയുടെ വിശ്വാസം എത്രയുണ്ട്, അതേ വിശ്വാസം ദൈവസഭയാകുന്ന നമ്മുടെ സഭയ്ക്കും ഉണ്ടോ എന്ന്, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലും ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാനൊക്കെ ആയിട്ട് കഴിയും. അപ്പൊ ആ ഒരു വഴിക്ക് ഞാൻ പോവുകയാണ്. ഒരു മാതൃകയുള്ളൊരു സഭ ഞാൻ കാണിക്കാം, വിശ്വാസത്തിൽ മാതൃകയായ ഒരു സഭയെ കാണിക്കാം. അവരുടെ വിശ്വാസത്തിന്റെ മാതൃക വെച്ച് നമുക്കൊന്ന് അളന്നു നോക്കാനാണ് ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് വായിക്കാൻ പോകുന്നത് 1 തെസ്സലോനിക്ക ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാൻ പോവുക. 1 തെസ്സലോനിക്ക ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാൻ പോവുകയാണ്. അത് വാക്യം ഇങ്ങനെയാണ്: ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അപ്പോസ്തലന്മാർക്കും കർത്താവിനും അനുകാരികളായി മാതൃകാ വിശ്വാസികളായിരുന്ന തെസ്സലോനിക്ക സഭ. അപ്പൊ നമ്മൾ ആദ്യം വായിച്ചപ്പോ ഈ ഈയമിട്ട് ആഴമളക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യം ഒന്ന് അളന്നപ്പോ 20 മാർന്ന് കണ്ടു, കുറച്ചുകൂടെ പോയപ്പോ മുന്നോട്ട് പോയപ്പോ വീണ്ടും ഒന്ന് അളന്നു 15 മാർന്ന് കണ്ടു. അപ്പൊ ഞാൻ ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ ആഴമളക്കേണ്ടുന്ന ഒരു 7 സ്ഥലങ്ങളെ കുറിച്ച് ഒന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുക. ആഴമളക്കേണ്ടുന്ന പല സ്ഥലങ്ങളുണ്ട്, പല മേഖലകളിൽ നമ്മൾ ഈ വിശ്വാസത്തിന്റെ ആഴം ഒന്ന് അളക്കണം. അങ്ങനെ അളന്ന് നോക്കിയിട്ട് വേണം നമ്മളെ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ മണത്തിട്ടലൊക്കെ ഇടിച്ച് തകരുവാൻ സാധ്യതയുണ്ട്. കപ്പൽ ചാല് വിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അപകടം സംഭവിക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളിത് നടന്നു നോക്കണം. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചു, ഈ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ മാതൃകയായിരുന്നു. എന്തായിരുന്നു മാതൃക? ഒന്ന്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ ആഴം അത് അഭിനന്ദിക്കുന്ന രീതിയിലായിരുന്നു എന്ന് നമ്മൾ കാണാനായിട്ട് കഴിഞ്ഞു. നമ്മൾ മറന്നു നോക്കേണ്ടെന്ന ആഴമളക്കേണ്ട 1-ാമത്തെ സ്ഥലം ഞാൻ പറയാം. ബഹു കഷ്ടങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ നമ്മൾ വിശ്വാസത്തിന്റെ ആഴമളക്കണം. ബഹു കഷ്ടങ്ങൾ നമ്മൾ നേരിടുമ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു എന്ന് നമുക്കൊന്ന് ചോദന ചെയ്യണം. ജീവിതത്തിൽ ചെറിയ കഷ്ടങ്ങൾ വരുമ്പോൾ പോലും നമ്മുടെ വിശ്വാസത്തിൽ ഒരു പതർച്ച വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കൊള്ളാത്തവരായി മാറുകയാണ്. കർത്താവ് അറിഞ്ഞുകൊണ്ടാവാം
കഷ്ടങ്ങൾ തരുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിനെന്ന് പറയാൻ കാരണം എന്താ അറിയോ? നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം അളക്കാൻ വേണ്ടി മാത്രമാണ് ഭക്തന്മാർക്ക് ഈ കഷ്ടങ്ങൾ കൊടുക്കുന്നത്, ബഹുകഷ്ടങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർക്കാനിട വന്നു ഇയ്യോബിന്റെ കഷ്ടങ്ങളും അല്ലെ, പൗലോസിന്റെ കഷ്ടങ്ങളും. ഈ ഭക്തന്മാർക്കൊക്കെ കഷ്ടാനുഭവങ്ങളിൽ കൂടെ പോയത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന പോലെ ഒന്നും അല്ലെന്നേ. കർത്താവിനെ യേശുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കഷ്ടമൊക്കെ മാറി എന്ന് പറയുന്ന രീതിയൊന്നും പുസ്തകത്തിലില്ല. അപ്പൊ ബഹു കഷ്ടങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെയാണെന്ന് പരിശോധിക്കണം. ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ. ബഹു കഷ്ടങ്ങളിലൂടെ പോകുമ്പോ വിശ്വാസം കറക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും എന്റെ ഫലം, റിസൾട്ട്? നമുക്ക് നടന്നു നോക്കാം എന്താണ് നടക്കുന്നത്. ബഹു കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോ ഒരു വിശ്വാസിയുടെ വിശ്വാസം കറക്റ്റ് ആണെങ്കിൽ ആ വിശ്വാസി മറ്റൊരാത്മാവിനെ നേടിയിരിക്കും. അതാണ് അതിന്റെ അളവ്. പെർഫെക്റ്റ്. ഞാൻ ഒന്നുകൂടെ ഉദാഹരണം കൊണ്ട് തെളിയിക്കാം. അതായത് ബഹു കഷ്ടം സഹിച്ചുകൊണ്ട് കാൽവരി ക്രൂസിൽ യേശു കിടക്കുക. അങ്ങ് കഷ്ടം സഹിച്ച വിവരിക്കാൻ പറ്റില്ല കേട്ടോ, വിവരിക്കാൻ പറ്റില്ല. ഞാൻ അശക്തനാണ്. കൈകളിലും കാലുകളിലും ആണി തറയ്ക്കപ്പെട്ട് ശിരസിൽ മുൾക്കിരീടം വെച്ച് കോലി വെച്ച് അടിച്ചുറപ്പിച്ച് വെച്ചിരിക്കുന്നു. മുഖത്തെ രോമങ്ങൾ പിഴുതു പറിച്ചെടുത്തിരിക്കുന്നു. കാർക്കിച്ച് തുപ്പി മുഖം വിരൂപമാക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് വയ്യ, അത് വിവരിക്കാൻ വയ്യ. അത്രയും കഷ്ടം അനുഭവിച്ച് യേശു കാൽവറി കിടക്കുക. ആ കിടക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കള്ളന്മാർ നിന്ന് പരിഹസിച്ചുകൊണ്ടിരിക്കുക. രണ്ടുപേരും ഒരു വ്യത്യാസമില്ലാതെ യേശുവിനെ നിന്ദിച്ചുകൊണ്ടിരിക്കുക, പരിഹസിച്ചുകൊണ്ടിരിക്കുക. താഴെ ബഹുസഹസ്രം വരുന്ന പടയാളികളും എല്ലാം നിന്ദിക്കുന്നു, പരിഹസിക്കുന്ന ഒരു വല്ലാത്ത ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് കേട്ടോടുകൂടി ഒരു കള്ളൻ മാനസാന്തരപ്പെട്ടെന്നേ. മനസ്സിലായോ? ബഹു കഷ്ടം സഹിക്കുന്ന സമയത്ത് നിന്റെ വിശ്വാസം ഒരു വാക്കായി പുറത്തു വന്നാൽ മതി. ആ വാക്കിലൂടെ ഒരു വിശ്വാസി രൂപപ്പെട്ടു വരും. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞ് നിന്റെ വിശ്വാസത്തോട് ചേരുവാൻ ഒരാളെ കൂടെ കിട്ടും. അതാണ് ബഹു കഷ്ടം വരുമ്പോൾ നിന്റെ വിശ്വാസം വളർന്നു നോക്കിയാൽ കിട്ടുന്ന റിസൾട്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ബഹു കഷ്ടം വന്നപ്പോ ആരെങ്കിലും നിന്റെ വിശ്വാസം ഫോളോ ചെയ്യാൻ തീരുമാനിച്ചോ? അതോ ബഹു കഷ്ടം വരുമ്പോൾ നിന്റെ വാക്ക് കേട്ടിട്ട് അവര് സഹതാപം പറഞ്ഞുകൊണ്ടിരുന്നു, അയ്യോ ഇങ്ങനെ ആയത് കഷ്ടം തന്നെ കേട്ടോ, നീ ആയിട്ടാ സഹിക്കുന്നത്? ഇതാണോ കേട്ടത്? ഇതാണോ കേട്ടത്? ബഹു കഷ്ടം സഹിക്കുന്ന സമയത്ത് നമ്മുടെ വായിലെ ഒരു വാക്ക് മതിയെന്ന് മറ്റൊരാളെ രക്ഷപ്പെടുത്തുമെന്ന്. അത് യേശുവിന്റെ കാര്യമില്ല, നമ്മളെ യേശുവിനോടൊന്നും ആയിട്ടില്ലല്ലോ എന്നൊന്നും പറയല്ലേ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന അപ്പോസ്തലന്മാരെ നോക്ക്, ആട്ടിക്കൊണ്ട് ശരീരം മുഴുവൻ മുറിവേറ്റ് കിടക്കുകയല്ലേ. കൈ ആമത്തിൽ കാല് ആമത്തിൽ കിടക്കുമ്പോൾ അവരവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയോ? ആ ബഹു കഷ്ടങ്ങളുടെ മധ്യത്തിൽ അവർ വിശ്വാസം പുറത്തു വന്നു. എങ്ങനെയാണെന്ന് അറിയോ? പ്രാർത്ഥനയായി, ആരാധനയായി, പാട്ടായി. അയ്യോ എന്ന് വിളിക്കുന്ന വിളിയോ, നിലവിളിച്ചു പറയുന്ന ശബ്ദമൊന്നുമല്ല കേട്ടെന്ന് എനിക്കത് പറയാൻ പോലും എനിക്ക് ശക്തിയില്ല. അത്ഭുതപ്പെട്ടു പോകുക. ആ പ്രാർത്ഥനയിലും ആരാധനയിലും നടന്നത് എന്താണെന്നറിയോ? ബഹുകഷ്ടങ്ങളുടെ ഇടയിൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുടുങ്ങിയെന്ന്. ഒരു കുടുംബം, ഒരു വ്യക്തിയല്ലെന്ന്, കാരാഗ്രഹ പ്രമാണിയും കുടുംബവും വിശ്വാസി വന്നു. എന്തുകൊണ്ട്? ഒരു ബഹുകഷ്ടങ്ങളിൽ അവരുടെ വിശ്വാസം പുറത്തു വന്നതാണ് കണ്ടത്. മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ബഹുകഷ്ടം വരുമ്പോൾ നമ്മുടെ വിശ്വാസം അളക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ, നമ്മൾ കൊള്ളാവുന്നവനാണെങ്കിൽ സംശയിക്കേണ്ട, ആരെങ്കിലും ഒരാളെ നേടിയിട്ടുണ്ടാകും. ഇനിയും വേണമെങ്കിൽ ഞാൻ പറയാം. ഒരു ചെറിയ പെൺകുട്ടി, ബാലികയാ, പക്ഷേ പ്രവാസവും അടിമത്വമൊക്കെ വന്നപ്പോൾ അവളെ അടിമയായി പിടിച്ചുകൊണ്ടുപോയി. അവളെ അടിമയായി പിടിച്ചുകൊണ്ടുപോയി അരാമ്യരുടെ കൂട്ടത്തിലെ അവരുടെ വീട്ടിലെ പാർക്കുന്നത്. അവക്ക് ഒരു വലിയ ധനിയന്റെ വീട്ടിലെ ജോലി കിട്ടിയത്. വലിയ ധനിയന്റെ വീട്ടിലെ ജോലി കിട്ടുമ്പോൾ അറിയാലോ, വളരെയധികം പണികളുണ്ട്. അവളുടെ ബാല്യത്തിൽ ഒന്ന് കളിച്ചു നടക്കാനോ ചിരിച്ചു നടക്കാനോ കഴിയാതെ വണ്ണം ആ ബാല അവിടെ കിടന്ന് നിറയിക്കുന്ന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മനസ്സിലായോ? ആ നേതാവിനെ മനസ്സിലായോ? നായമാന്റെ വീട്ടില് ആ ബാല. എന്നാൽ അവൾ ഈ ബഹുകഷ്ടങ്ങളുടെ ഇടയിൽ അവൾ പെറുറുക്കല്ലെന്ന് അവളുടെ വിശ്വാസം പുറത്തു വന്നത് കണ്ടോ? എന്താ പറഞ്ഞതറിയോ? ഞങ്ങളുടെ നാട്ടില് ഒരു പ്രവാചകനുണ്ട്, അവനിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ദൈവഭക്തന്റെ അടുത്ത് നീ ഒന്ന് ചെന്നാൽ നിന്റെ രോഗം മാറുന്നത് പറയാനുള്ള ഒരു വിശ്വാസം പുറത്തു വന്നത് കണ്ടോ? ബഹു കഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു വാചകം പുറത്തു വന്നാൽ ഒരു നയമാനം നേടാൻ പറ്റുമെന്ന്. ബഹുദൈവ വിശ്വാസിയെ
ക്രിസ്തുവായ ദൈവവിശ്വാസിയായി ഏകദൈവ സത്യദൈവ വിശ്വാസിയാക്കി കൊണ്ടുവരുവാൻ ഒരു ബാലികയ്ക്ക് കഴിഞ്ഞു. അവളിലെ വിശ്വാസത്തിന്റെ അളവ് കണ്ടോ? അത് വെച്ച് നമ്മളെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് കണ്ണുനീര് ഒഴുക്കാനാണ് തോന്നിയത്. ഹെഡിങ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിക്കാണുമായിരിക്കും, ഈയത്തെക്കുറിച്ച് എന്ത് പ്രസംഗിക്കാനാണ്. പക്ഷേ ഈ വിശ്വാസത്തിന്റെ ആഴമിളക്കുന്ന ഈയത്തെക്കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഞാനിപ്പോഴും കണ്ണു നിറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ സംസാരിക്കുന്നത്. ദൈവമക്കളെ, നമുക്ക് വന്ന കഷ്ടങ്ങളുടെ മധ്യത്തിൽ എത്ര പേര് നേടി. ടൈറ്റാനിക്കിന്റെ കഥ കേട്ടിട്ടുണ്ട്. ടൈറ്റാനിക് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ ലൈഫ് ബോട്ട് കിട്ടി, ലൈഫ് ജാക്കറ്റ് കിട്ടി. അവർ വെള്ളത്തിൽ പൊങ്ങി കിടക്കുമ്പോൾ ഒരുത്തൻ കിടന്ന് മുങ്ങിക്കൊണ്ടിരിക്കുക, അവൻ നിലവിളിച്ചോണ്ടിരിക്കുക. അപ്പൊ അപ്പുറത്ത് ലൈഫ് ജാക്കറ്റ് ഇട്ട് കിടന്ന മനുഷ്യൻ ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. നീ മരിച്ച സ്വർഗത്തിൽ പോകുന്നത് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എനിക്ക് സ്വർഗത്തിൽ പോകുന്ന ഉറപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഉടനെ ഈ മനുഷ്യൻ തന്റെ ലൈഫ് ജാക്കറ്റ് ഊരി ആ മനുഷ്യന് കൊടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നു, അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന്. ലൈഫ് ജാക്കറ്റ് കിട്ടി ആ മനുഷ്യൻ രക്ഷപ്പെട്ടു, മറ്റേ മനുഷ്യൻ ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചെന്ന് പറയുന്നത്. പക്ഷേ തിരിച്ചു വന്ന മനുഷ്യൻ വിശ്വാസിയായി മാറിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ തെരുവുകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദൈവമക്കളെ, ബഹു കഷ്ടങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ അളവൊന്ന് പുറത്തു വരണം. അത് അളന്നു നോക്കുമ്പോൾ ഇത്ര മാറുന്നെന്ന് പറയണം. ഇത്രയുണ്ട് എൻ്റെ വിശ്വാസം. അത് നമുക്കൊന്ന് തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ വാക്ക് വന്നാൽ മതി. അതിൽ എത്ര വിശ്വാസിയെ കിട്ടിയോ അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഞാൻ ആദ്യം തന്നെ ഈ 7 കാര്യം പറയാം, അല്ലെങ്കിൽ ഹെഡിങ് എന്ന് പറഞ്ഞിട്ടേക്കാം. ഓരോന്നും വിശദീകരിക്കാൻ പോയാൽ സമയം ലഭിക്കാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഓർക്കും. രണ്ടാമത് അവിടെ പറഞ്ഞ കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമ്മിൽ എത്രയുണ്ടെന്ന് അറിയണം. നമ്മൾ ആഴമിളക്കേണ്ട മറ്റൊരു മേഖലയാണ് പരിശുദ്ധാത്മാവിലെ സന്തോഷം കുറഞ്ഞോ കൂടെയോ. രണ്ടാമത്തത്. മൂന്നാമത്തത്, വചനം കൈക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ, വചനം കേട്ട് ഒഴുകി പോകുന്നുണ്ടോ ഇല്ലയോ എന്നാണ് അളന്നു നോക്കേണ്ട മൂന്നാമത്തെ കാര്യം. ആഴമിളക്കേണ്ട മൂന്നാമത്തെ മേഖല വചനം കൈക്കൊള്ളുന്ന നമ്മുടെ രീതി എങ്ങനെയാണ്. നാലാമത്, നമ്മൾ കർത്താവിന് അനുകാരികളായിത്തീരുന്നുണ്ടോ, അല്ലെങ്കിൽ കർത്തദാസന്മാർക്ക്. അതിനെക്കുറിച്ച് വിശദീകരിക്കാം, സമയം കിട്ടുകയാണെങ്കിൽ. ഇവിടെ എല്ലാം വിശദീകരണം ആവശ്യമാണ്. പിന്നെ കാണുന്ന 1-2 വാക്യത്തിൽ കാണുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും അളക്കേണ്ട ഒരു മേഖലയാണ്. അടുത്തത്, പ്രത്യാശയുടെ സ്ഥിരത. അതിന്റെ 1-3 വാക്യം. ഇനി 1-8 വാക്യം, ദൈവത്തിലുള്ള വിശ്വാസം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഈ ഏരിയകളിലാണ് നമ്മൾ വിശ്വാസം അളന്നു നോക്കേണ്ടത്. ഞാൻ മുന്നോട്ട് പോകാം. അപ്പോ വിശ്വാസത്തിന്റെ ആഴം നമ്മളൊന്ന് അളക്കേണ്ട ഓരോ മേഖലയുണ്ട്. രണ്ടാമത്, നമ്മൾ പറഞ്ഞു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ ആത്മാവിനെ നേടിയെങ്കിൽ വിശ്വാസത്തിന്റെ ചില ആഴങ്ങളിലേക്ക് നമ്മൾ എത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇനി മറ്റൊന്ന്, പ്രതിസന്ധി വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമുക്ക് എത്രയുണ്ടെന്ന് നമ്മൾ നോക്കണം. അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. പ്രതിസന്ധി വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമ്മൾ നിലനിൽക്കുന്നുണ്ടോ? അതിന് നല്ല ഉദാഹരണം അപ്പോസ്തലന്മാർ തന്നെയല്ലേ. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പോസ്തലന്മാർ പാടി ആരാധിച്ചു എന്നാണ് പറയുന്നത്. പ്രതിസന്ധി വരുന്ന സമയത്ത് നമുക്ക് പാടി ആരാധിക്കാൻ പറ്റുന്നുണ്ടോ, അതോ നമ്മൾ മൗനമായി പോകുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി. അളന്നു നോക്കാൻ വേറെ ഒന്നും വേണ്ട. പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് പാടി ആരാധിക്കാൻ തോന്നുന്നുണ്ടോ, അതോ നമ്മൾ മൗനമായി പോകുന്നുണ്ടോ, പ്രാർത്ഥന നിർത്തുകയാണോ നമ്മൾ ചെയ്യുന്നത്, പാട്ട് നിർത്തുകയാണോ ചെയ്യുന്നത്, മതിയോ? പണ്ട് ഞാൻ സുധീർ സഭയിൽ നന്നായി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബം വന്ന് കയറി. അവർ വന്നിരുന്ന് വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാനോട് ചോദിച്ചപ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച സഹോദരനോട് ചോദിച്ചു. സഹോദരൻ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ പെട്ടെന്ന് ചിരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സഭാഹോളിലേക്ക് കയറി വരുന്ന സമയത്ത് എൻ്റെ കാല് ഈ കട്ടളുടെ മുകളിലൊന്ന് തട്ടി, അത് വേദനിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന്റെ മൂഡ് പോയി. ചെറിയ നിസ്സാരമായ ഒരു കാര്യം മതി ഇന്നത്തെ കാലത്ത്. ഒരു ചെറിയ തലവേദന വന്നാൽ പാടി ആരാധിക്കാനൊന്നും പിന്നെ പറ്റുന്നേ ഇല്ല. അപ്പൊ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലായോ എത്രത്തോളം ഉണ്ടെന്ന്? പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണം ഞാൻ പറയാം. 2 ലക്ഷണം ചുരുങ്ങിയത് പറയാം. 2 ലക്ഷണം പറയാൻ മതി. 2 ലക്ഷണം മതി. ഒന്ന്, പരിശുദ്ധാത്മാവിൽ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വചനത്തോട് വലിയ താല്പര്യം തോന്നും. എനിക്ക് ബൈബിൾ വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു വാക്യെങ്കിലും വായിക്കണമെന്നൊരു തോന്നൽ വരും. എവിടെ വെച്ച് സമയം കിട്ടിയാലും ഒന്ന് ബൈബിൾ തുറന്നു നോക്കാനായിട്ട് തോന്നുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിൽ സന്തോഷം ഉണ്ടെന്ന് അർത്ഥം. ആരോട് ബോധിപ്പിക്കാൻ വേണ്ടി ബൈബിൾ വായിക്കുന്ന രീതി ഉണ്ടെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിൽ സന്തോഷം ഒന്നും ഇല്ല. അതാണ് സത്യം. ഇതൊരു പരമാർത്ഥമാണ്. പരിശുദ്ധാത്മാവിന് സന്തോഷം ഉണ്ടെങ്കിൽ ബൈബിൾ വായിക്കാതിരിക്കാൻ പറ്റില്ല.
ബൈബിളിനോട് ഒരു പ്രിയം വന്നിരിക്കും. അപ്പൊ എത്രത്തോളം ബൈബിളിനോടുള്ള പ്രിയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വിശ്വാസത്തിന്റെ ആഴം അളന്ന് നോക്കുമ്പോൾ വളരെ പിന്നിലാണെന്ന് തിരിച്ചറിയുക. വളരെ ശോചനീയമാണ് അവസ്ഥ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ പ്രാർത്ഥന അത് കൂടി വരുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിനക്ക് സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവിൽ ഒരു സന്തോഷം എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നു നിൽക്കുന്നു. എപ്പോഴാ? വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന് സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിന് സന്തോഷം അനുഭവിക്കുന്ന ദൈവജനം ആ സന്തോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ വചനത്തോട് പ്രിയവും പ്രാർത്ഥനയോട് പ്രിയവും കാണും. നമ്മൾ അളന്നു നോക്കുമ്പോൾ തിരിച്ചറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ, ഞാൻ വേഗം വിട്ടുപോവാം. മൂന്നാമത്തേത് പറയുന്നത് ഇങ്ങനെയാണ്, വചനം കൈക്കൊള്ളുന്നുണ്ടെന്നാണ് നോക്കുന്നത്. നമ്മൾ കേട്ട വചനം അനുസരിച്ച് നമ്മൾ കൈക്കൊള്ളുകയാണോ, സ്വീകരിക്കുകയാണോ, അതോ നമ്മൾ കേൾവിക്കാരായി മാറുന്നുണ്ടോ? അല്ലേ? വചനം കൈക്കൊണ്ടാൽ ആ തൃപ്പാദത്തിലിരുന്ന് സ്തോത്രം കർത്താവേ, വചനം കൈക്കൊള്ളാൻ തൃപ്പാദത്തിൽ നിന്ന് മാറാതിരിക്കുന്ന ഒരു സഹോദരി എനിക്ക് ഓർമ്മ വരിക. ആ മറിയ സഹോദരി ആ വചനം കൈക്കൊള്ളുന്ന രീതി അവിടെ പഠിക്കാനുണ്ട്. ദൈവമക്കൾക്ക് ചിന്തയ്ക്ക് വേണ്ടി വിട്ടുതരിക. നിങ്ങൾ ആ ഭാഗം ചിന്തിച്ചാൽ മതി. ആ രീതിയിൽ വചനം ഉൾക്കൊള്ളുവാനുള്ള ഒരു താല്പര്യം തൃപ്പാദത്തിൽ ഇരിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? അലക്ഷ്യമായിരുന്ന് വചനം കേട്ടോണ്ടിരിക്കുകയല്ലേ ഇപ്പോ? അലക്ഷ്യമായിട്ടിരുന്ന് ഉറക്കം തൂങ്ങി കോട്ടുമായിട്ട് എന്തിനെ കേൾക്കുന്ന വാസ്തു പറയണമെങ്കിൽ പറഞ്ഞെങ്കിൽ തീർത്തിരുന്നെങ്കിൽ അവസാനിപ്പിച്ച എഴുന്നേറ്റ് പോകായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവര്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കൊള്ളാവുന്നതിനൊന്നും ചിലപ്പോൾ ദൈവം വിധി എഴുതില്ല. അളന്ന് നോക്കുമ്പോൾ വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായി മാറാതെ, കേട്ട് മറന്നു പോകുന്നവരായി മാറാതെ എല്ലാം ഓർത്തു വയ്ക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ വിശ്വാസക്കപ്പൽ മുന്നോട്ട് എത്രത്തോളം പോകുമെന്ന് നമ്മളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്ത് നോക്ക്. അടുത്തത്, കർത്താവിനും കർത്തൃദാസന്മാർക്കും മാതൃകയായിരിക്കണം എന്ന് പറയുന്നത്. അനുകാരികളായി മാറണം. കർത്താവിനെ നമ്മൾ അനുകരിക്കണം. നമ്മൾ എത്രത്തോളം അനുകരിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ വാക്യം ഞാൻ പറയാം. 1 പത്രോസ് 2-ാമത്തെ അധ്യായം 21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. നാം ഫോളോ ചെയ്യേണ്ട മാതൃകകൾ പറയുക ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പാപം ചെയ്തിട്ടില്ല, നമ്മുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കണം. അവന്റെ വായിൽ വഞ്ചനയുണ്ടായിരുന്നില്ല, നമ്മുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കണം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, അവൻ പകരം ശകാരിച്ചില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ഓർക്കണം. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതി എന്താണ്? അതാണ് മാതൃക. അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് നോക്കുന്നത്. ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കാര്യം വരവേൽപ്പിക്കുക അത്ര ചെയ്തത്. അപ്പോൾ ഈ കാൽച്ചോട് പിന്തുടരുമ്പോൾ നമ്മൾ അകലം വിട്ടാണോ അനുഗമിക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ അനുകാരികളായി മാറുന്നുണ്ടോ? ഇന്ന് ദൈവദാസന്മാരെ അനുകരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ദൈവം സൃഷ്ടിക്കുന്ന ദൈവദാസന്മാരിലെ ചില ആത്മീക നന്മകളെങ്കിലും നമ്മളൊന്ന് ഫോളോ ചെയ്യണം. അതിന് നമുക്ക് പറ്റണം. അതായത് ലോവീസ് വല്യമ്മച്ചിയിലുള്ള വിശ്വാസം യുനീക്ക് അമ്മയിലുണ്ടായിരുന്നെന്നും യുനീക്ക് അമ്മയിലുണ്ടായിരുന്ന വിശ്വാസം തിമോത്തിയോസ് മകനിലേക്കും വന്നു എന്നാ പറയുന്നു. നമ്മിലുള്ള വിശ്വാസത്തിന് അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കൾ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ? നമ്മളൊന്ന് അളക്കേണ്ട ഭാഗമാണ്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഭക്തി അത് അല്പം ബെറ്റർ ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ? ആ സഹോദരി പറഞ്ഞ പോലെ എൻ്റെ ഭർത്താവ് മഹാഭക്തനായിരുന്നു എന്ന് ആ സഹോദരി എന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്. ദൈവഭക്തന്മാരെ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക, മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറുവാനായിട്ട് കഴിയട്ടെ. സമയം തീർന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. മറ്റു കാര്യങ്ങൾ പിന്നെയും നമുക്ക് ചിന്തിക്കാം. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വിട്ടുതരികയാണ്. നമ്മുടെ വിശ്വാസ കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മളൊന്ന് നിർത്തി ആഴമൊന്ന് അളന്നു നോക്കണം. അയ്യമിട്ടൊന്ന് ആഴം അളന്നു നോക്കണം. അയ്യമിടുന്നത് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആ മാതൃകകൾ വെച്ച് നമ്മളൊന്ന് അളന്നു നോക്കണം. ഒരു മാതൃക നമ്മളൊന്ന് ഇറക്കി നോക്കണം. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രയുണ്ടെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ചിലർ നേടാൻ പറ്റുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമുക്കുണ്ടോ? നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് കർത്താവിന് നന്നായിട്ട്? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ സ്നേഹപ്രയത്നം എത്രത്തോളം ഉണ്ട്? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. അല്ലേ? അവിടെ പറയുന്നത് വിശ്വാസത്തിന്റെയും വേലയും സ്നേഹപ്രയത്നവും എത്രത്തോളം ഉണ്ട്? പ്രത്യാശയിൽ നമ്മുടെ സ്ഥിരത എത്രത്തോളം ഉണ്ട്? നിലനിൽക്കുന്നുണ്ടോ? അടുത്തത്, ദൈവത്തിലുള്ള വിശ്വാസം എങ്ങനെയുണ്ട്? ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ഒന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാനായിട്ട് നിങ്ങളുടെ പരമാർത്ഥ ഹൃദയങ്ങളെ ഓർപ്പിച്ചുണർത്തിക്കൊണ്ട് സമയത്തിന്റെ പരിമിതി മൂലം ഞാനിവിടെ നിർത്തുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.